അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുക. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ്. ഭാവം കൊണ്ട് 10ാം ഭാവത്തിലാണ്, ധനുവിലാണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കുന്നത്. 4-ൽ വ്യാഴമുണ്ട്, അനുകൂലമാണ്. 12 രാഹുവും ആണ്. ഇവർക്ക് കണ്ടകശനി കാലമാണ്, 7.5 കാലമാണ്. അതിലെ കണ്ടകശനിയും കൂടെ ചേർന്ന് വരുന്ന കാലമാണ് എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങൾ സ്ഥായിയായിട്ടുണ്ടാകും. എങ്കിലും 4-ലെ വ്യാഴവും 10ാം ഭാവത്തിലെ ഈ ചതുർഗ്രഹ യോഗവും ഒക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകും. കൂടുതൽ ഒരു റെക്കഗ്നീഷൻ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നവർക്ക്, അതുപോലെ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് അവർക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. സ്വതേ കിട്ടിക്കൊണ്ടിരുന്ന ആ ധനാഗമ മാർഗങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു.